നമ്മുടെ തൊട്ടാൽ പുട്ടും എന്നുള്ള ഗെയിം, ബലൂൺ വെച്ചിട്ടുള്ളൊരു ഗെയിം കഴിഞ്ഞിരിക്കുകയാണ്. എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്ത ഗെയിമായിരുന്നു. ഒരു ഡെയിലി ടാസ്ക് ആയിരുന്നു. ആദ്യം ഔട്ടായത് ആദില നൂറയായിരുന്നു. ആദില നൂറയുടെ ബലൂൺ പൊട്ടിക്കാൻ പോയ സമയത്ത് നൂറയുടെയും ആദിലയുടെയും കൂടെ ബലൂൺ ഒരുമിച്ച് പൊട്ടുമായിരുന്നു. അതിനുശേഷം നമ്മുടെ ഷാനവാസിക്ക അനുമോളെ ചതിച്ചു. കാരണം ഇവർ പിന്നി യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു. നമ്മുടെ അക്ബറും അതേപോലെ ആദിലൊക്കെ പിന്നി യൂസ് ചെയ്തിട്ടാണ് എല്ലാവരും കുത്തിപ്പൊട്ടിക്കുന്നത്. അപ്പോൾ അത് ഓൾറെഡി അവരത് വിളിച്ച് പറയുന്നുണ്ടായിരുന്നു. അപ്പം അനുമോൾ അവിടെ ബലൂണും കൊണ്ട് നിൽക്കുന്ന സമയത്ത് ഷാനവാസിക്ക അനുമോളുടെ അടുത്ത് പറയാണ്, നിൻ്റെ കയ്യിൽ പിന്നില്ലേ എന്ന് പറഞ്ഞിട്ട് ഷാനവാസിക്ക് അനുമോളുടെ അടുത്തേക്ക് ചെല്ലുന്നു. അനുമോൾ ഇങ്ങനെ എന്താന്ന് പറഞ്ഞു. അനുമോൾ അത് ഭയങ്കര രക്ഷപ്പെട്ട് നടക്കുമായിരുന്നു. അങ്ങനെ ചെന്ന സമയത്ത് അനുമോൾ അവിടെ നിന്നുപോയി. അങ്ങനെ ഷാനവാസിക്ക് കള്ളത്തരം കാണിച്ച് അനുമോളുടെ അടുത്ത് ചെന്ന് അനുമോളുടെ ബലൂൺ കുത്തി പൊട്ടിക്കുമായിരുന്നു ചെയ്തത്. അതിനുശേഷം നമ്മുടെ നെവിൻ ഭയങ്കര കോമഡിയായിരുന്നു, വൻ കോമഡി. നെവിൻ ഒളിച്ചിരുന്നത് മറ്റേ സിഗരറ്റ് റൂമിൽ ഒളിച്ചിരിക്കും. എന്നിട്ട് അവിടെ നിന്ന് ഇറങ്ങിയിട്ട് വന്ന് ഇവരെ പൊട്ടിക്കും ആരുടെയെങ്കിലുമൊക്കെ. അങ്ങനെ സാബുമാൻ്റെയാണ് നെവിൻ ആദ്യം പൊട്ടിച്ചത്. അതിനുശേഷം പിന്നെ അക്ബർ, നമ്മുടെ അനീഷേട്ടൻ, അതേപോലെ ഷാനവാസിക്ക, നെവിൻ, ഇത്രയും പേരാണ് മത്സരിക്കാനുണ്ടായിരുന്നത്. സാബുമാനും ഔട്ടായി. നെവിൻ ഇതേപോലത്തെ എന്തൊക്കെയോ പരിപാടി കാണിച്ചിട്ട് അവിടെ പോയിട്ട് തന്നെത്താനെ ബലൂൺ കുത്തി പൊട്ടിച്ചു. എങ്ങനെയാണെന്ന് അറിയത്തില്ല. അതിനുശേഷം നമ്മുടെ അക്ബറും ഷാനവാസിക്ക് അനീഷേട്ടനും കൂടെയായിരുന്നു. അപ്പോൾ ഇവർ മൂന്നുപേരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രൈ ചെയ്തിരുന്ന സമയത്ത് അനീഷേട്ടനെ നമ്മുടെ അക്ബർ അറിയാണ്ട് ഉന്തുന്നുണ്ട്. ഇങ്ങനെ അടുത്ത് വന്ന സമയത്ത് അറിയാതെ ഉന്തിയതാണ്, പക്ഷേ പുള്ളി താഴെ വീഴുന്നുണ്ട്. കളിക്കിടയിലാണെങ്കിൽ പോലും അക്ബറിന് അങ്ങനത്തെ കുറച്ച് ഫിസിക്കലി ഉള്ളൊരു ഇത് കൂടുതലാണ്. അങ്ങനെ താഴെ വീണ്, പക്ഷേ പുള്ളി എഴുന്നേറ്റ് വന്ന് കളിച്ചു. ലാസ്റ്റ് എങ്ങനെയോ അക്ബർ ഔട്ടായി. അതിനുശേഷം നമ്മുടെ ഷാനവാസിക്കയും അനീഷേട്ടനും കൂടെ ആയിരുന്നു ഗെയിം കളിച്ചത്. ലാസ്റ്റ് ഷാനവാസിക്കയുടെ ബലൂൺ പോയ സമയത്ത് ഷാനവാസിക്ക അത് എടുത്തുകൊണ്ട് പോകാതിരിക്കാൻ വേണ്ടി നമ്മുടെ അനീഷേട്ടൻ ഷാനവാസിക്ക് പുറകിൽ നിന്ന് കയറി പിടിച്ചതാണ്. പക്ഷേ ഷാനവാസിക്ക ആ സമയം കൊണ്ട് അനീഷേട്ടൻ്റെ ബലൂൺ കുത്തിപ്പൊട്ടിച്ച്. അങ്ങനെ ഷാനവാസിക്ക ഫസ്റ്റ് മേടിച്ച്. ഇതെന്തായാലും കുറച്ച് കോമഡി ആയിട്ടുള്ള ഗെയിമായിരുന്നു കേട്ടോ. നെവിൻ ഭയങ്കര കോമഡി ആയിരുന്നു. ഇത് എപ്പിസോഡിൽ ഇതേപോലെ കറക്റ്റായിട്ട് വരുവാണെങ്കിൽ നല്ലതാണ്. നെവിൻ്റെ ഓട്ടവും നെവിൻ കയറി ഒളിച്ചിരിക്കുന്നതും അതിനകത്തുനിന്ന് ഇറങ്ങി വന്ന് പൊട്ടിക്കാൻ ശ്രമിക്കുന്നതും ഒക്കെ ഭയങ്കര രസമായിരുന്നു കാണാൻ വേണ്ടിയിട്ട്.